കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. അനുഗ്രഹിക്കപ്പെട്ട ഈ വാക്യത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പഴയ നിയമ ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി പ്രയാണത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുന്ന അനുഗ്രഹീത ചിന്തകളാണ് നമ്മൾ ഈ ഭാഗങ്ങൾക്കകത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പറഞ്ഞു വരുമ്പോൾ ഈ മരുഭൂമിയിൽ കടന്നു പോവുക, പ്രതിസന്ധികളിലൂടെയുള്ള യാത്രകളും അതിൻ്റെ തലങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. അവരിൽ കുറേ പേര് പിറുപിറുക്കുന്നു, ദൈവത്തെ പരീക്ഷിക്കുന്നു, സർപ്പങ്ങളാൽ നശിച്ചു പോകുന്ന മേഖലകൾ, പരസംഗത്താൽ വീണുപോകുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങളിലൂടെയാണ് ഇസ്രായേൽ ജനം കനാൻ ദേശം കണ്ടത്. അപ്പോൾ അതിനകത്തെല്ലാം പൗലോസ് കൊരിന്ത്യ സഭയോട് പറയാൻ ആഗ്രഹിച്ചത് അവർക്കത് കഴിയും, അത് സഹിപ്പാൻ, അല്ലെങ്കിൽ അത് കവർ ചെയ്ത് വരാൻ അവരെക്കൊണ്ട് സാധ്യമാകും എന്ന് ദൈവം ചിന്തിച്ചിട്ടാണ് ആവിധ പരീക്ഷണങ്ങളിലൂടെ ദൈവം അവരെ നടത്തിയത്. അപ്പം നമ്മൾ അതിൽ നിന്നാണ് ഈ കാര്യം മനസ്സിലാക്കേണ്ടത് അല്ലേ. അപ്പം നമുക്ക് സ്തോത്രം, നമ്മളൊക്കെ ചിന്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ചില പരീക്ഷണ ഘട്ടങ്ങൾ, ചില പ്രതിസന്ധികൾ, നമുക്കതിനെ ഓവർകം ചെയ്യാൻ കഴിയാതെ ഭാരപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ചില കഷ്ടങ്ങളിലൂടെ, ചില വേദനകളിലൂടെ, ചില പ്രയാസങ്ങളിലൂടെ, ചില പ്രതിസന്ധികളിലൂടെ നമ്മൾ ഇറങ്ങിക്കയറി തന്നെയാകണം. അതിലൂടെ നമ്മൾ കടന്നുപോയേ ഒക്കത്തുള്ളൂ. അതില്ലാതൊരു കോംപ്രമൈസ് ഒരിക്കലും ദൈവത്തിൻ്റെ സൈഡിൽ കാണത്തില്ല. ചെങ്കടൽ കടക്കുക, അത് ഇസ്രായേൽ ജനത്തിൻ്റെ മുന്നിൽ ദൈവം വെച്ചൊരു വഴിയാണ്. 40 വർഷത്തെ മരുഭൂമി പ്രയാണം, അത് ദൈവം വെച്ചൊരു വഴിയാണ്. ഇന്ന് നീ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, അത് ഒരുപക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്നതാകാം, ഇഷ്ടപ്പെടാത്തതാകാം. വീട്ടിനകത്തോ പുറത്തു നിന്നോ ഒക്കെ വരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ട്. എന്നാൽ ഇതിൻ്റെ നടുവിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, ചിലതിലൂടെ നമ്മൾ കടന്നു പോയി തന്നെയാകണം. അതാണ് ഇതിനകത്തുള്ള ദൈവപദ്ധതി. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ ആ പരീക്ഷയ്ക്കകത്തും ദൈവത്തിനൊരു ക്രമീകരണമുണ്ട്. അതാണ് നമ്മളിവിടെ വായിച്ചത്. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. അപ്പോൾ ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എഴുതാൻ പറ്റുന്ന, സഹിക്കാൻ കഴിയുന്ന പരീക്ഷ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ദൈവം നമുക്ക് തരികയുള്ളൂ. അടുത്ത് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവം വിശ്വസ്തൻ. കാര്യം നമ്മുടെ കപ്പാസിറ്റി ആർക്കറിയാം? ദൈവത്തിന് അറിയാം. അടുത്ത് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടൊപ്പം അവൻ പോക്കുവഴിയും ഉണ്ടാക്കുക. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് സഹിപ്പാൻ കഴിയുന്ന തരത്തിലുള്ള പരീക്ഷ ദൈവം തരും, നമുക്ക് മീതെ അത് പോകത്തില്ല. അതുകൊണ്ട് തന്നെ അതിനോടൊപ്പം ഒരു നീക്കുവഴിയും, ഇല്ലെങ്കിൽ അതിനൊരു പരിഹാരവും കൂടെ ദൈവം കൽപ്പിക്കുമെന്നാണ് ആ ഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഒരു കഷ്ടത നിന്റെ ജീവിതത്തിൽ വന്നാൽ, ഒരു പ്രതിസന്ധി നിന്റെ ജീവിതത്തിൽ വന്നാൽ, ഒരു പ്രതികൂലം നിന്റെ ജീവിതത്തിൽ വന്നാൽ, അത് എങ്ങനെയാണ് നീ കവർ ചെയ്യേണ്ടതെന്നുള്ളത് ദൈവം നമ്മൾ എന്ത് ചെയ്യും? പഠിപ്പിക്കും. അതിലൂടെ ദൈവം നമ്മളെ നടത്തും. ആ പരീക്ഷയിൽ കർത്താവ് നമ്മളെ ജയിപ്പിക്കും. അതുകൊണ്ട് അതിൽ നമ്മൾ വിശ്വസിക്കുക. അതുകൊണ്ട് ഒരു പരീക്ഷണ ഘട്ടങ്ങളും നമ്മുടെ പരാജയമല്ല, പകരം അത് നമ്മുടെ വിജയമായിട്ട് തന്നെ മാറും. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്ന അവിടുന്ന് ചെറുകടിയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താട്ടെ. ഈ സന്ദേശം അനേകരുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹവും വിടുതലും നന്മയ്ക്കും വിടുതലുകൾക്ക് സൗഖ്യത്തിനും കാരണമായി തീരുവാൻ സ്വർഗമിടവരുത്തിയാണ്. സമസ്തവും ഏൽപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.